ഭൂമിയിൽ ഇന്നുവരെ ജീവിച്ച എല്ലാ ജീവികളെയും ഉൾപ്പെടുത്തി നാം ഒരു ബുക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ ആ ബുക്കിലെ അവസാനത്തെ 2-3 പേജുകളിൽ മാത്രമായിരിക്കും മനുഷ്യന്റെ ചരിത്രം നമുക്ക് കാണാൻ കഴിയുക. ഈ ബുക്കിനെ തന്നെ നിങ്ങൾ ഡീറ്റെയിൽ ആയി സ്റ്റഡി ചെയ്താൽ പല ചാപ്റ്റേഴ്സിലെയും പല ഇമ്പോർട്ടൻറ്റ് പേജസും മിസ്സിംഗ് ആണെന്ന് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ഒരു ചാപ്റ്ററാണ് മൂലി മാമത്തിൻ്റേത്. എങ്ങനെയാണ് ഇവ ഭൂമിയിൽ നിന്നും ഇല്ലാതായത്? നമുക്കറിയാവുന്നതുപോലെ തന്നെ ജുറാസിക് ആൻഡ് ക്രിട്ടീഷ്യസ് പീരീഡിൽ ഭൂമി ഭരിച്ചുകൊണ്ടിരുന്നത് ഡൈനസോർസ് ആണ്. അതുപോലെ ഐസ് ഏജിന്റെ സമയത്തും ഭൂമി മുഴുവൻ ഡോമിനേറ്റ് ചെയ്തിരുന്നത് വൂലി മാമത്തുകളാണ്. രോമങ്ങളാൽ മൂടപ്പെട്ട വലിയ ശരീരവുമായി മഞ്ഞിൽ മൂടപ്പെട്ട ഭൂമിയിൽ ജീവിച്ചുകൊണ്ടിരുന്ന ജീവികളാണിവ. എന്നാൽ ഇന്നേക്ക് 10,000 വർഷങ്ങൾക്ക് മുൻപ് എന്താണ് സംഭവിച്ചത്? അവസാനത്തെ മാമത്തും 4,000 വർഷങ്ങൾക്ക് മുൻപ് ഭൂമിയിൽ നിന്നും എന്നേക്കുമായി ഇല്ലാതായി. ഇവയ്ക്ക് വാസ്തവത്തിൽ എന്താണ് സംഭവിച്ചതെന്നറിയണമെങ്കിൽ നമുക്ക് താളുകൾ കുറച്ച് പിന്നിലേക്ക് മറക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ വാസ്തവത്തിൽ ഇവയ്ക്ക് എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ. ഇവ എക്സ്റ്റിൻഡ് ആകാനുള്ളതിന്റെ റീസൺ നാം തപ്പുകയാണെങ്കിൽ നമുക്ക് ബേസിക്കിൽ നിന്ന് തുടങ്ങേണ്ടതായി വരും. അതായത് ഒരു ക്രൈം സീനിൽ നിന്ന് എങ്ങനെയാണോ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അതുപോലെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യം ഡെഡ് ബോഡിയിൽ നിന്ന് തുടങ്ങാം. അൺലൈക്ക് അതർ മർഡർ കേസ്, ഇവിടെ നമുക്കൊരു ഫ്രഷ് ബോഡി കിട്ടില്ല എന്നുള്ളത് ശരിയാണ്. എന്നാൽ ഇവ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഇവയുടെ ജനസംഖ്യ കൂട്ടാൻ ഇവയ്ക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആർക്കിയോളജിസ്റ്റുകൾക്ക് ലോകത്തിന്റെ വ്യത്യസ്തങ്ങളാർന്ന ഭാഗങ്ങളിൽ നിന്നും വ്യത്യസ്തങ്ങളാർന്ന ഫോസിലുകൾ ലഭിച്ചിട്ടുണ്ട്. ഇവിടെ ഏറ്റവും പ്രധാനമായി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, 2010 ഓഗസ്റ്റിന് കാനഡയിലെ യൂക്കോൺ ടെറിട്ടറിയിലെ ക്ലോൺഡൈക്ക് ഗോൾഡ് ഫീൽഡ്സിൽ നിന്നും ഒരു മാമത്തിന്റെ കുട്ടിയുടെ ശരീരം ലഭിക്കുന്നു. ഇന്നുവരെ കണ്ടെത്തിയതിൽ വെച്ച് ഏറ്റവും വെൽ പ്രിസർവ്ഡ് ആയിട്ടുള്ള ഒരു മാമത്തിന്റെ ബോഡി കൂടിയായിരുന്നു ഇത്. കാണുമ്പോൾ ഒരുപക്ഷെ ഇത് ചത്തുപോയിട്ട് ഏകദേശം 2-3 ദിവസമേ ആയിട്ടുള്ളൂ എന്ന് നമുക്ക് തോന്നും. എന്നാൽ കാർബൺ ഡേറ്റിംഗിന്റെ സഹായത്തോടെ മനസ്സിലായ കാര്യം, ഇത് ചത്തിട്ട് ഏകദേശം 30,000 വർഷങ്ങൾ കഴിഞ്ഞിരുന്നു. യൂഷ്വലി ഏതെങ്കിലും ഒരു ജീവി ചാവുകയാണെങ്കിൽ അറ്റ്മോസ്ഫിയറിക് എയറും കൂടാതെ ബാക്ടീരിയാസും കാരണം ആ ഒരു ബോഡി നശിക്കും. ഈ ഒരു കാരണം കൊണ്ട് തന്നെ ആർക്കിയോളജിസ്റ്റുകൾക്ക് എല്ലുകൾ മാത്രമാണ് ഈ ജീവികളുടെ ലഭിക്കാറുള്ളത്. അറ്റ്മോസ്ഫിയറിക് ഓക്സിജനിൽ നിന്നും മാറി പെർമാഫ്രോസ്റ്റിൽ അകപ്പെട്ടതുകൊണ്ട് തന്നെ ഈ ബേബി മാമത്തിന്റെ ശരീരം നമുക്ക് ന്യൂലി കാണാൻ കഴിയുന്നു. ഈ ഒരു കാരണം കൊണ്ട് തന്നെ മാമത്തിന്റെ ഫിസിയോളജിയെ പറ്റി വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അവയുടെ ശരീരം എങ്ങനെയായിരുന്നു, ശരീരത്തിന്റെ കളർ എന്തായിരുന്നു, അവയുടെ ചെവി എങ്ങനെയായിരുന്നു, കൊമ്പുകൾ എങ്ങനെയായിരുന്നു. അതായത് അവയുടെ കാലത്തിനനുസരിച്ച് നശിച്ചു പോകുന്ന മസിലുകളെ പോലും നമുക്ക് റീക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്നു. പലപ്പോഴും സയന്റിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് അവർ എത്താറുണ്ട് ഈ സ്കല്ലുകൾ അല്ലെങ്കിൽ സ്കെലറ്റൻ മാത്രം ലഭിക്കുമ്പോൾ. അതിനൊരു ഉദാഹരണം പറഞ്ഞാൽ, ഏൻഷ്യന്റ് ഗ്രീക്കിൽ ആദ്യമായി അവർ മാമത്തിന്റെ സ്കെലറ്റൻ കണ്ടെത്തിയപ്പോൾ ഇത് നമ്മളെക്കാൾ വലിപ്പമുള്ള ഒറ്റക്കണ്ണുള്ള ഒരു മനുഷ്യനാണെന്നാണ് അവർ ആദ്യം കരുതിയത്. അങ്ങനെയാണ് ഒറ്റക്കണ്ണുള്ള വലിയ ശരീരമുള്ള മനുഷ്യരുടെ കഥകൾ ഫേമസ് ആവാൻ തുടങ്ങിയത്. എന്നാൽ ഇന്ന് സയന്റിസ്റ്റുകളുടെ കയ്യിൽ വളരെ വലിയ തോതിലുള്ള മാമത്തിന്റെ ഇൻഫർമേഷനുകളുണ്ട്. ഇവയുടെ ജീവിതം മാത്രമല്ല, മറിച്ച് ഇവ എങ്ങനെ ഇല്ലാതായെന്ന് പോലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഓക്കെ, ഇപ്പോൾ നമ്മുടെ കയ്യിൽ മാമത്തിന്റെ ബോഡിയുണ്ട്. സോ അടുത്തിലേക്ക് കടക്കാം. ഇവയുടെ വംശനാശത്തിന്റെ ഏറ്റവും ആദ്യത്തെ സസ്പെക്ട് എന്നത് ക്ലൈമറ്റ് ചേഞ്ച് തന്നെയാണ്. മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ വലിപ്പമേറിയ ശരീരവും നീണ്ട കാലുകളും കൂർത്ത കൊമ്പുകളുമായിരുന്നു ഇവയ്ക്ക് ഉണ്ടായിരുന്നത്. അതായത് ഇന്നത്തെ മോഡേൺ എലിഫൻസിനെ പോലെ തന്നെ. എന്നാൽ ചില കാര്യങ്ങൾ വ്യത്യസ്തമായിരുന്നു. അതായിരുന്നു ഇവയുടെ തിക്ക് ഹെയർ. അതായത് ഇന്നത്തെ മോഡേൺ എലിഫൻസിനെ നോക്കിയാൽ അവയുടെ ശരീരത്ത് നമുക്ക് ഹെയർ ഒന്നും തന്നെ കാണാൻ കഴിയില്ല. ഇതിന്റെ കാരണം ചൂടുള്ള പ്രദേശത്താണ് അവ ജീവിക്കുന്നത്. കൂടാതെ മാമത്തിനെ അപേക്ഷിച്ച് വലിയ ചെവികളായിരുന്നു ഇവയ്ക്ക് ഉണ്ടായിരുന്നത്. ഹീറ്റിനെ പുറത്തേക്ക് വിടാനാണിത്. ഇതുകൂടാതെ മോഡേൺ എലിഫൻസിന്റെ വാലിനും വ്യത്യാസമുണ്ട്. മാമത്തുകളെക്കാൾ നീട്ടമേറിയ വാലുകളും വാലിൻ്റെ എഡ്ജിൽ രോമങ്ങളും നമുക്ക് കാണാൻ കഴിയും. ഇനി അതേ സമയത്ത് നിങ്ങൾ മാമത്തുകളുടെ ബോഡി നോക്കുകയാണെങ്കിൽ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാകും. ഇവയ്ക്ക് കുറേ ചൂട് സഹിക്കേണ്ടയോ അല്ലെങ്കിൽ തണുപ്പ് സഹിക്കേണ്ട ആവശ്യമില്ല ഇവയുടെ രോമങ്ങൾ കാരണം. അതായത് എങ്ങനെയാണോ മോഡേൺ എലിഫൻസ് ചൂടുള്ള പ്രദേശത്ത് ഇവോൾവ് ആയത്, അതുപോലെ തന്നെയാണ് ഇവയും. വ്യക്തമായി പറഞ്ഞാൽ മാമത്തുകളും ഐസേജിൽ ആ ഒരു ട്രോപ്പിക്കൽ റീജിയനിൽ ഇവോൾവ് ആയത്. ഇന്നത്തെ എലിഫൻസിനെ പോലെ ഇവയുടെ ചെവിയും വലുതല്ല. കാരണം ചെറിയ ചെവി ഇവയെ ഹീറ്റിനെ തങ്ങളുടെ ഉള്ളിൽ അബ്സോർബ് ചെയ്ത് വെക്കാൻ സഹായിക്കുന്നു. അതായത് ഈ ഒരു ക്ലൈമറ്റിന് വേണ്ടി പെർഫെക്റ്റ്ലി ഇവോൾവ് ആയിട്ടുള്ള ഒരു ജീവി. ഇതേ സ്ട്രെങ്ത് തന്നെയാണ് വാസ്തവത്തിൽ ഇവയുടെ വീക്ക്നെസ് ആയി മാറിയത്. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, പാലിയന്റോളജിസ്റ്റുകൾക്ക് റോക്ക് പ്രിസർവ്ഡ് ഫോസിൽസിൽ നിന്നും ഭൂമിയുടെ കഴിഞ്ഞകാല ഭൂപ്രകൃതിയെ പറ്റി മനസ്സിലാക്കാൻ കഴിയും. ഫോർ എക്സാമ്പിൾ, ഫോസിലൈസ്ഡ് ട്രീ റിംഗ് അല്ലെങ്കിൽ ഷെൽസിന്റെ മുകളിലെ കാൽഷ്യം റിംഗ്സിന്റെ അനലൈസിസ്, കൂടാതെ പെർമാഫ്രോസ്റ്റ് ഐസ് ലെയേഴ്സിനെ അനലൈസ് ചെയ്തും അവർക്ക് പ്രീവിയസ് എൻവയോൺമെന്റിനെ പറ്റി മനസ്സിലാക്കാൻ കഴിയും.
ഇതിൽ നിന്നുമാണ് നമുക്കൊരു കാര്യം മനസ്സിലായത്. മില്യൺസ് ഓഫ് ഇയേഴ്സിൻ്റെ ഐസേജിന് ശേഷം ഏകദേശം 14,000 വർഷങ്ങൾക്ക് മുൻപ് ഭൂമിയുടെ ടെമ്പറേച്ചർ വീണ്ടും ഉയർന്നു. അങ്ങനെ ഏത് ക്ലൈമറ്റിനാണോ ഇവ ഇവോൾവ് ആയിരുന്നത് അതേ ശരീരം തന്നെ ഇവയ്ക്ക് ശാപമായി മാറി. അതായത് വലിപ്പമേറിയ രോമങ്ങളാൽ മൂടപ്പെട്ട ഇവയുടെ ശരീരം എർത്തിൽ സർവൈവ് ചെയ്യാൻ കഴിയാത്ത രീതിയിലേക്ക് ഇവയെ മാറ്റി. പക്ഷേ ഇത്രമാത്രം വെച്ച് നമുക്കൊരു കൺക്ലൂഷനിലെത്താൻ കഴിയില്ല. നമുക്ക് വീണ്ടും ക്ലൂകളുടെ ആവശ്യമുണ്ട്. അങ്ങനെ തപ്പിപ്പോകുമ്പോഴാണ് മറ്റൊരു എവിഡൻസ് ലഭിക്കുന്നത്. ആ തെളിവുകൾ നമുക്ക് ലഭിക്കുന്നത് മാമത്തുകളുടെ വയറിൻ്റെ ഉള്ളിൽ നിന്നുമാണ്. അതെ, അവ അവസാനമായി കഴിച്ച ഭക്ഷണം എന്താണെന്ന് പോലും ഫോസിൽ റെക്കോർഡ്സിൽ നിന്നും നമുക്ക് കണ്ടെത്താൻ കഴിയും. ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു കാര്യം, ഇന്നത്തെ എലഫൻസിനെ പോലെ തന്നെയായിരുന്നു ഇവയും. അതെ, ഇവയും കഴിച്ചുകൊണ്ടിരുന്നത് പ്രധാനമായും പുല്ല് തന്നെയായിരുന്നു. പ്ലാന്റ്സിൻ്റെ ഫോസിൽ റെക്കോർഡ്സിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യം, എങ്ങനെയാണ് ഊഷ്മാവ് കൂടിയത്, അത് കൂടിയതിനു ശേഷം എന്താണ് ഭൂമിയിൽ സംഭവിച്ചത്. ചെടികളും മറ്റ് വൃക്ഷങ്ങളും വളർന്നു വലുതാകാൻ തുടങ്ങി. അതോടുകൂടി ഇവ കഴിച്ചുകൊണ്ടിരുന്ന പുല്ലുകൾക്ക് വളരാൻ സ്പേസ് ഇല്ലാതായി. അതായത് മാമത്തുകളുടെ ഫുഡ് സോഴ്സിൽ ഡ്രാസ്റ്റിക് ആയ ഒരു ഡിക്ലൈൻ ഉണ്ടായി. അങ്ങനെ നോക്കിയാൽ ഈ ഒരു സഡൻ ക്ലൈമറ്റിലുണ്ടായ മാറ്റമാണോ വാസ്തവത്തിൽ മാമത്തുകളുടെ എക്സ്റ്റൻഷന് കാരണമായത്? ഒരിക്കലുമല്ല. ഈ ഒരൊറ്റ കാരണം കൊണ്ട് മാത്രമല്ല മാമത്തുകൾ ഭൂമിയിൽ നിന്നും ഇല്ലാതായത്. ഇവയുടെ വംശനാശത്തിന്റെ രണ്ടാമത്തെ ഏറ്റവും പ്രധാന കാരണം അന്ന് ജീവിച്ചിരുന്ന പ്രെഡറ്റേഴ്സാണ്. അതെ, ഇവയെ വേട്ടയാടിക്കൊണ്ടിരുന്ന ജീവികൾ. കാണുമ്പോൾ ഒരു ടാങ്കിൻ്റെ അത്ര വലിപ്പമുണ്ടെന്നും ഇവയുടെ കൊമ്പുകൾ കൊണ്ട് ആരെയും എളുപ്പത്തിൽ 2 കഷ്ണങ്ങളാക്കി മാറ്റാമെന്നുമൊക്കെ നമുക്ക് തോന്നിയാലും പല ജീവികളും ഇവയെ അക്കാലത്ത് വേട്ടയാടിയിരുന്നു. മോഡേൺ എറയിൽ എങ്ങനെയാണോ സിംഹങ്ങളും കടുവകളും ആനയെ വേട്ടയാടുന്നത്, അതുപോലെ ഒരൊറ്റ സിംഹത്തിന് ഒരിക്കലും ഒരു ആനയെ പൂർണ്ണമായും കീഴ്പ്പെടുത്താൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇവ കൂട്ടമായിട്ടായിരിക്കും വേട്ടയാടുക. അതുപോലെ തന്നെ ആ സമയത്ത് ഇവയെ വേട്ടയാടിക്കൊണ്ടിരുന്ന ജീവികളാണ് സാബർ ടൂത്ത് ടൈഗേഴ്സ് അല്ലെങ്കിൽ സാബർ ടൂത്ത് ക്യാറ്റ്സ്. ഇവ മാത്രമല്ല, അക്കാലത്ത് ജീവിച്ചിരുന്ന വുൾഫുകളും ഇവയെ വേട്ടയാടിയിട്ടുണ്ട്. ഇതിന്റെ എവിഡൻസസ് നമുക്ക് ലഭിക്കുന്നത് ഈ മാമത്തുകളുടെ തന്നെ ഫോസിൽ റെക്കോർഡ്സിൽ നിന്നുമാണ്. അവയുടെ ശരീരത്തായി നഖങ്ങളുടെയും പല്ലുകളുടെയും പാടുകൾ നമുക്ക് കാണാൻ കഴിയും. ഇതുകൂടാതെ അന്നുണ്ടായിരുന്ന ഹൈനകളുടെ കൂട്ടവും ഇവയുടെ പെൽവിസ് ബോണിൽ കടിച്ചതിൻ്റെ എവിഡൻസസ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾ ഈ ഒരു ഫോസിൽ റെക്കോർഡ് നോക്കൂ. ഇവിടെ നഖത്തിൻ്റെയോ പല്ലുകളുടെയോ പാടുകൾ നമുക്ക് കാണാൻ കഴിയില്ല. എന്നാൽ ഏതോ ഒരു ജീവി ഇവയെ വേട്ടയാടിയിട്ടുണ്ട്. വളരെ ഷാർപ്പായിട്ടുള്ളൊരു ഒബ്ജക്റ്റാണ് ഇവയുടെ ദേഹത്ത് കുത്തിയിട്ടുള്ളത്. കുന്തങ്ങൾ പോലെയുള്ള ഉപകരണങ്ങൾ ഉണ്ടാക്കി പ്രാചീന മനുഷ്യർ മാമത്തുകളെ വേട്ടയാടിയിട്ടുണ്ട്. ഇതിൻ്റെ തെളിവുകൾ നമുക്ക് കേവ് ആർട്ട് പെയിന്റിങ്ങുകളിൽ നിന്നും ലഭിക്കുന്നുണ്ട്. പെയിന്റിങ്ങുകൾ മാത്രമല്ല, കേവുകളിൽ നിന്നും മനുഷ്യൻ്റെയും മാമത്തുകളുടെയും ബോൺസും നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതിനർത്ഥം ഐസേജ് ഹ്യൂമൻസ് മാമത്തുകളെ വളരെ വലിയ തോതിൽ വേട്ടയാടിയിരുന്നു. അവയുടെ സ്കിൻ ഉപയോഗിച്ച് അവർ ക്ലോത്തുകൾ നിർമ്മിച്ചിരുന്നു. കൂടാതെ ഇവയുടെ ബോൺസിന്റെ സഹായത്തോടെ അവർ ടെന്റുകൾ കെട്ടിയിരുന്നു. കൊമ്പുകൾ ഉപയോഗിച്ച് മൂർച്ചയുള്ള ആയുധങ്ങൾ നിർമ്മിക്കുകയും ഗുഹാചിത്രങ്ങൾ വരയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ ഏറ്റവും ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു കാര്യം, ഒരു കേവിൽ നിന്ന് തന്നെ ഏകദേശം 64 മാമത്തുകളുടെ തല നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ നിന്നും നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ കഴിയും, അതായത് മനുഷ്യർ തന്നെയായിരുന്നു മാമത്തുകളുടെ ഏറ്റവും വലിയ എതിരാളികൾ. അങ്ങനെ നോക്കിയാൽ ഇവയുടെ വംശനാശത്തിന്റെ കാരണം മനുഷ്യരാണോ? അങ്ങനെ ചോദിച്ചാൽ മനുഷ്യരും ഒരു കാരണമാണ് എന്നേ നമുക്ക് പറയാൻ കഴിയൂ. പൂർണ്ണമായും മനുഷ്യരാണ് എന്ന് നമുക്ക് പറയാൻ കഴിയുകയില്ല. കാരണം വീണ്ടും നമുക്ക് കുറച്ച് ക്ലൂസിന്റെ ആവശ്യമുണ്ട്. പെട്ടെന്നൊരു കൺക്ലൂഷനിലേക്ക് എത്താൻ കഴിയില്ലല്ലോ. ആ ഒരു ക്ലൂ ആണ് അന്നത്തെ ക്ലൈമറ്റ് നമുക്ക് നൽകുന്നത്. ഇതുവരെ നാം ഡിസ്കസ് ചെയ്ത എല്ലാ പോയിന്റും എടുത്താൽ ക്ലൈമറ്റിലുണ്ടായ മാറ്റം ഇവയുടെ ഫുഡിനെ വളരെ നെഗറ്റീവായി ബാധിച്ചു. കൂടാതെ പ്രൊഡക്റ്റേഴ്സിൽ നിന്നും ഇവയ്ക്ക് രക്ഷ നേടണമെങ്കിൽ ദൂരേക്ക് മൈഗ്രേറ്റ് ചെയ്യേണ്ട ഒരവസ്ഥയും വന്നു. എന്നാൽ ഈ ഒരു മൈഗ്രേഷൻ തന്നെയായിരുന്നു വാസ്തവത്തിൽ ഇവയുടെ അന്ത്യത്തിനും കാരണമായത്. കാരണം പുതിയ എൻവയോൺമെന്റിലേക്ക് ഇവ പോയപ്പോൾ ഒരിക്കലും ഇവയ്ക്ക് അഡാപ്റ്റ് ചെയ്യാൻ കഴിയുന്ന രീതിയിലായിരുന്നില്ല അവ ഉണ്ടായിരുന്നത്. കുറച്ചുകൂടി വ്യക്തമാക്കി പറഞ്ഞാൽ ഈ ഒരു മൈഗ്രേഷൻ തന്നെയാണ് ഇവൻച്വലി എല്ലാ മാമത്തുകളും ഭൂമിയിൽ നിന്നും ഇല്ലാതാകാൻ കാരണം, എക്സെപ്റ്റ് ആർട്ടിക് ഐലൻഡ്സ്. ആർക്കിയോളജിസ്റ്റുകൾക്ക് റീസർച്ച് നടത്തിയതിനെ തുടർന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യം, ആർട്ടിക് ഐലൻഡായ വ്രാങ്കിൾ എന്ന ഈ ഒരു ഐലൻഡിലായിരുന്നു അവസാനത്തെ മാമത്തുകളുടെ ട്രൂപ്പ് ഉണ്ടായിരുന്നത്. ഏകദേശം 4000 വർഷങ്ങൾക്ക് മുൻപാണ് ഇവർ ഇവിടെ ജീവിച്ചിരുന്നത്. കൂടാതെ ഇവരെ സംബന്ധിച്ചിടത്തോളം ലിമിറ്റഡ് ആയിട്ടുള്ള ഫുഡ് റിസോഴ്സസ് മാത്രമായിരുന്നു അവർക്കിവിടെ ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഫുഡ് ഷോർട്ടേജ്, മാൽ ന്യൂട്രീഷൻ, ജനറ്റിക് ഇഷ്യൂസ് ഇതെല്ലാം കാരണം അങ്ങനെ ഏകദേശം 3500 വർഷങ്ങൾക്ക് മുൻപ് അവസാനത്തെ മാമത്തും എന്നേക്കുമായി ഭൂമിയിൽ നിന്നും ഇല്ലാതായി. മാമത്തുകളുടെ ഈ ഒരു എൻഡിങ് സ്റ്റോറിയെ പറ്റി എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് നൽകി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെൽ ഓളിൽ ഇനേബിൾ ചെയ്യുവാനും വീഡിയോ പരമാവധി ഷെയർ ചെയ്യുവാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളായി രേഖപ്പെടുത്തുക. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതുവരേക്കും എന്നത്തെയും പോലെ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ഗുഡ് ബൈ.